നമസ്കാരം, എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഗുരു മലയാളം മൂവിയുടെ എക്സ്പ്ലനേഷന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കാണാതെയാണ് ഈ വീഡിയോയിലേക്ക് വരുന്നതെങ്കിൽ ദയവായി ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരിക. അതിന്റെ ഈ കാണുന്നതാണ് ഫസ്റ്റ് പാർട്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ പാർട്ട് 1 എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ദയവായി വരിക. ഒന്നുകൂടെ പറയണം, ഈ സിനിമയുടെ കഥയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ ദയവായി സിനിമ കണ്ടിട്ട് പാർട്ട് 1 കണ്ടിട്ട് ഈ പാർട്ട് 2ലേക്ക് വരിക. അപ്പൊ നമുക്ക് വീഡിയോയുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പൊ രഘുരാമൻ ആ അമ്പലം പോലത്തെ സ്ഥലം പാസ് ചെയ്ത് പോകുന്ന സമയത്ത് വൈദേഹി പിന്നിൽ നിന്ന് വിളിക്കുന്നു, ഒന്ന് നിൽക്കൂ എന്ന് പറയുന്നു. അപ്പൊ രഘുരാമൻ ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ്. നോക്കുമ്പോൾ വൈദേഹി നിൽക്കുകയാണ്. എങ്ങോട്ടാണ് ഈ സമയത്ത് പോകുന്നത് എന്ന് പറയുന്നു. അപ്പൊ എന്തൊക്കെയോ കുട്ടിക്ക് അറിയാം എന്നുള്ള ഒരു ചിന്ത രഘുരാമന്റെ ഉള്ളിലുണ്ട്. അപ്പൊ രഘുരാമൻ വൈദേഹിയോട് കള്ളം പറയുന്നു. ഞാന് ഈ പാതകം നമസ്കരിക്കാൻ എന്ന് പറഞ്ഞിട്ട് മാറ്റി പറയുന്നു, പാതകം കാണാൻ വന്നതാണ് എന്ന് പറയുന്നു. അപ്പൊ പാതകം എന്ന് പറയുന്നത് അവിടുത്തെ ഗുരു ഉപയോഗിച്ചിരുന്ന ആ മെതിയടിയാണ്, പാദരക്ഷ. അപ്പൊ അത് ഒരു ഹോളി വസ്തുവായിട്ട് അവിടെ സൂക്ഷിക്കുകയാണ്. അപ്പോ വൈദേഹി പറയുന്നു, അത് കള്ളമല്ല, ആ പറഞ്ഞത് കള്ളമല്ല. അപ്പൊ ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നാണ് വൈദേഹിയുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഇവർ തമ്മിലൊരു വാഗ്വാദത്തിലോട്ട് ഏർപ്പെടുകയാണ്. രഘുരാമൻ ചോദിക്കുന്നു, ജമാലിയയിലും സൈറിലും ഒക്കെ ഒരുപാട് ആൾക്കാര് പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട്, ഇതൊക്കെ തടയാനും ഇതൊക്കെ അറിയാൻ നിന്റെ ഗുരു കാണുന്നില്ല എന്നൊക്കെ ചോദിച്ച് ഒരു ജസ്റ്റ് ചലഞ്ച് ചെയ്യാണ്. അപ്പോ വൈദേഹി പറയുന്നു, എല്ലാത്തിനും ഉത്തരം ഗുരുവിന്റെ പക്കലുണ്ട് എന്ന് വൈദേഹി പറയാണ്. അത് കഴിഞ്ഞ് ഒരു പരിധി വിട്ട് ആ സംസാരം പോകുന്ന സമയത്ത് വൈദേഹി പറയാണ്, പുറത്ത് ആൾക്കാർ കാത്തു നിൽക്കുന്നില്ലേ, ആ കാര്യം വൈദേഹി പറയാണ്. അപ്പൊ പുറത്ത് ആൾക്കാർ കാത്തു നിൽക്കുന്നു എന്ന് വൈദേഹിക്ക് എങ്ങനെ അറിയാം? രഘുരാമൻ വൈദേഹിയെ ചോദ്യം ചെയ്യാണ്. നീ ആരാണ്? നിന്നെ കണ്ടപ്പോഴേ എനിക്ക് കുറച്ച് നിഗൂഢതകളുണ്ട്, നീ ഒരു സാധാരണക്കാരിയല്ല എന്നെനിക്ക് തോന്നി, ശരിക്കും നീ ആരാണെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും രഘുരാമന്റെ മനസ്സിലൂടെ പോയിരിക്കണം ഈ ചിന്ത. കാരണം രാമേട്ടൻ കൊടുത്ത ആ തോക്കിരിപ്പുണ്ട് അല്ലെ, ആ തോക്കെടുക്കാനായിട്ട് രഘുരാമൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് വൈദേഹി പറയുന്നു, വേണ്ട, ആ അരയിൽ ഒളിപ്പിച്ച ആ തോക്കെടുത്ത് ഈ പൊട്ടിപ്പെണ്ണിനെ, ഈ ഭ്രാന്തി പെണ്ണിനെ വകവരുത്താനായിട്ട് ശ്രമിക്കേണ്ട, സാഹസത്തിന് മുതിരണ്ട എന്ന് പറയുന്നു. അപ്പോ രഘുരാമൻ അതുവരെ വൈദേഹിയോട് ഒരു മത്സരബുദ്ധി ഉണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ കേട്ട സമയത്ത് ഒരു തേർഡായി വൈദേഹിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് രഘുരാമൻ വളരെ സൗമ്യനായിട്ട് പറഞ്ഞു, അരുത്, ഇല്ല കുട്ടി, എനിക്ക് പോയേ പറ്റൂ. അപ്പോ വൈദേഹി ഓപ്പണായിട്ട് പറയാണ്, ശരി, പോയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുവരെ വന്നതല്ല ഈ എനിക്ക് വേണ്ടി, കാരണം പാതകം തൊട്ട് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞത് രഘുരാമൻ കള്ളം പറഞ്ഞതാണ് അല്ലെ, അല്ലെങ്കിൽ രഘുരാമന് താല്പര്യം ഇല്ലാതെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് വേണ്ടി ഈ പാതകം ഒന്ന് നമസ്കരിക്കൂ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇത്രയായ സ്ഥിതിക്ക് വൈദേഹിയോട് ചെറിയ റെസ്പെക്ട് ഉണ്ട്, രഘുരാമന് പോവുകയും വേണം. അപ്പൊ വൈദേഹി പിണക്കണ്ട, അതിനുമുമ്പ് വൈദേഹി പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് പൊയ്ക്കോളാൻ വൈദേഹി തന്നെ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ രഘുരാമൻ ആ പാതകം തൊട്ട് നമസ്കരിക്കാൻ പോകണം. ഈ സിനിമയുടെ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ രഘുരാമൻ പാതകം നമസ്കരിക്കാനായിട്ട് പോകുന്നു. അപ്പൊ പോകുന്ന സമയത്ത് രഘുരാമന്റെ ആത്മകഥ മോണോലോഗ് നമ്മൾ കേൾക്കുകയാണ്. രഘുരാമ, നീ എന്താ ചെയ്യുന്നത്? നീ ഒരു പെണ്ണ് പറഞ്ഞ കേട്ട് നീ അത് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് എന്ന് സ്വയം പറയുന്നു. അപ്പൊ തന്നെ രഘുരാമന്റെ മറ്റൊരു മോണോലോഗ് തന്നെ നമ്മൾ കേൾക്കുകയാണ്. ഇതിലൊന്നും തൊട്ടുമെന്ന് വെച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇത് ഞാൻ തൊടാൻ പോവാണ്. അങ്ങനെ ഇത് തൊടാൻ പോകുന്ന സമയത്ത് രഘുരാമനെ ഇത് തൊടുന്ന സമയത്ത് രഘുരാമന് വളരെ ഒരു ആത്മീയമായ ഒരു ശക്തി, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് രഘുരാമന്റെ മേൽ ഏൽക്കുന്നത് രഘുരാമൻ മനസ്സിലാവുന്നു. എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, എനിക്ക് എന്തോ ഒരു പ്രത്യേകത സംഭവിക്കുന്നുണ്ടല്ലോ, ഞാൻ എവിടെയാണ് ഈ പോകുന്നത് എന്ന് പറയുന്നു. രഘുരാമൻ മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ്. അത് ഹാലൂസിനേഷൻ പോലെ മറ്റൊരു ലോകത്തിലേക്ക് വഴുതി വീഴുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് ഒരു മലനിരയാണ്. രഘുരാമൻ എത്തി നിൽക്കുന്നത് ഒരു മലനിരയാണ്. ഐസൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ രഘുരാമൻ ഒരു ആത്മതം നിൽക്കുന്നു. രഘുരാമ, നീ ഒരു നിയോഗത്തിന്റെ നിമിത്തമാണ്. അത് മാത്രമല്ല, നീ ഗുരു അനുഭവിച്ച ത്യാഗത്തിന്റെ വേദന നീ സ്വന്തം അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുന്ന പോവുകയാണ്. നിന്റെ മനസ്സിന്റെ മഞ്ഞൊടിഞ്ഞ് നീ ഇതാ പോവുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ രഘുരാമൻ കാലെടുത്ത് വെക്കുന്ന സ്ഥലം പിളർന്നു മാറി രഘുരാമൻ താഴേക്ക് മഞ്ഞിന്റെ ആ ഒരു മഞ്ഞ് ഉരുകി വീഴുന്ന ഇതിനൊപ്പം രഘുരാമൻ മറിഞ്ഞ് ഒരുപാട് താഴേക്ക് പതിക്കുന്നു. അങ്ങനെ രഘുരാമൻ മറ്റൊരു ലോകത്തിലേക്ക് എത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടുന്ന് ഈ സിനിമ, ഈ കഥ പോകുന്നത് മറ്റൊരു ലെവലിലാണ്. ശരിക്കും ഇത് രണ്ട് കഥയായിട്ടാണെങ്കിൽ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ഈ പുതിയ ലോകത്തിലേക്ക് എത്തിയ രഘുരാമൻ പതുക്കെ നടന്ന് തന്റെ പുതിയ ലോകം എന്താണെന്ന് കാണുന്നു. അപ്പൊ തന്നെ പെട്ടെന്ന് കുറച്ച് സൈനികർ നടന്നു വരികയാണ്.
വളരെ വിചിത്രമായ രീതിയിൽ രഘുരാമൻ വന്ന ലോകം പോലെ അല്ല ഇപ്പോഴത്തെ സ്ഥലം. വളരെ വിചിത്രമായ രീതിയിൽ വസ്ത്രം ധരിച്ച് കുറച്ച് സൈനികർ ഒരാളെ കൊണ്ടുവരികയാണ്. ഒരു വിചാരണയാണ് ശരിക്കും. അപ്പൊ വിചാരണ നടത്തുന്ന വധശിക്ഷ നടത്താൻ പോവുകയാണ്. വിചാരണ നടക്കുന്നത് അവിടുത്തെ ഒരു റിബലിനെയാണ്. അപ്പൊ ആ റിബല് നീചഗോത്രത്തിൽ റിബൽ എന്ന് പറഞ്ഞാൽ വിമതൻ. അപ്പൊ ഇതൊരു ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള ഒരു രാജ്യമാണ്. അതായത് ഒരു രാജാവ് തീരുമാനിക്കും, പ്രജകൾ സംഗതി നടത്തും. അപ്പൊ അത് നമുക്കൊന്ന് മനസ്സിലാക്കി തരികയാണ്. അപ്പൊ വധശിക്ഷ നടപ്പാക്കുകയാണ്. സൈന്യാധിപൻ ഒരു എന്താ പറയുക, സൈനികരെ ചുറ്റും നിർത്തിയിട്ട് ഇദ്ദേഹത്തെ കുത്തിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുത്തിക്കൊന്ന് ഈ ശരീരം ആ ഒരു മുളയിൽ കുത്തി നിർത്തുന്നു. ഇത് അവിടുത്തെ ഒരു ആചാരമാണ്. അപ്പൊ വളരെ ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള, വളരെ ട്രാജഡി ആയിട്ടുള്ള സീനിലാണ് ആദ്യം തന്നെ രഘുരാമൻ കാണുന്നത്. അപ്പോ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ ഇദ്ദേഹം മനസ്സിലാക്കുകയാണ് അവിടുത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ വന്ന സൈനികർക്കൊന്നും കാഴ്ചയില്ല. അപ്പൊ ഇത് മനസ്സിലാക്കുന്നു. രഘുരാമന്റെ അടുത്തുകൂടെ പോയിട്ടും അവരത് അറിയുന്നില്ല. പക്ഷെ ഈ ഒരു എക്സിക്യൂഷൻ നടത്തിയതിനു ശേഷം ഇദ്ദേഹം അശ്രദ്ധമായി നടന്നുപോയി കല്ല് തട്ടി വീഴുമ്പോൾ പടയാളികൾ മനസ്സിലാക്കുന്നു ആരോ എക്സ്ട്രാ ആയിട്ട് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് രഘുരാമനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. രഘുരാമൻ വളരെ തന്ത്രപൂർവ്വം അല്ലെങ്കിൽ വളരെ ഭാഗ്യം കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെട്ട രഘുരാമൻ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാകണം. അല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അദ്ദേഹം വന്നിറങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഈ കാഴ്ചയില്ലാത്തവര് ഈ പടയാളികൾ മാത്രമാണോ, അത് ആർക്കെങ്കിലും കാഴ്ചയുണ്ടോ എന്ന് പതുക്കെ ആ നാട്ടിലെ ചന്ത, പിന്നെ അതുപോലെ തന്നെ അവിടെ വെള്ളം എടുക്കുന്ന സ്ഥലം, കുട്ടികൾ കളിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി സംഗതി മനസ്സിലാക്കുന്നു. അവിടെയുള്ളവരൊക്കെ വളരെ സാധാരണമായിട്ട് ജീവിക്കുന്നെങ്കിലും ആർക്കും കാഴ്ചയില്ല എന്ന് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കാണുകയാണ്. ആ നാട്ടില് ആ രാജ്യത്തെ ആദ്യത്തെ രഘുരാമന്റെ സുഹൃത്താകാൻ പോകുന്ന വ്യക്തിയാണ് രമണകൻ. അപ്പൊ രമണകൻ ഒരു ഗായകനാണ്. ഇദ്ദേഹത്തിന് അവിടുത്തെ രാജാവിന്റെ സഹോദരിയുമായിട്ട് അടുപ്പമുണ്ട്. രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാണ്. രമണകൻ നീചഗോത്രത്തിൽ, അതായത് താഴ്ന്ന ജാതിയിൽ പിറന്ന ആളാണ്, രാജാവ് ഉയർന്ന ജാതിയിൽ. അപ്പൊ രാജാവ് താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെയൊക്കെ അടക്കി ഭരിച്ച് ഉപദ്രവിച്ചൊക്കെ മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായിട്ടും താഴ്ന്ന ജാതിക്കാർ ഇഷ്ടമല്ല. പിന്നെ അതുകൂടാതെ തന്നെ തന്റെ സഹോദരിയെ ഒരു താഴ്ന്ന ജാതിക്കാരൻ ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ട്. സഹോദരിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഈ സഹോദരിയെ തടവിലാക്കി വെക്കുകയാണ്. രാജാവിന്റെ പേര് ആ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയാണ്. അപ്പൊ ഈ വിജയന്ത മഹാരാജാവിന്റെ അച്ഛൻ നേരത്തെ മഹാരാജാവായിരുന്നു. അദ്ദേഹം വളരെ സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ജാതി മത പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഇദ്ദേഹം ഫോഴ്സ്ഫുള്ളി രാജ്യം കൈയടക്കി ഈ രാജാവിനെയും പഴയ, അതായത് അച്ഛനെയും അമ്മയും തടവറയിൽ കിടത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം അടക്കി വരികയാണ്. അവിടെ നീചഗോത്രത്തിലുള്ളവരെ കൊന്നും അലക്കുരിശേറ്റിയും അവർക്ക് മേലെ ആധിപത്യം സ്ഥാപിച്ചുമൊക്കെ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലാണ് രമണകനെ രഘുരാമൻ കാണുന്നത്. അപ്പൊ രമണകൻ ഒരു പാട്ട് പാടുകയാണ്, ദേവസംഗീതം നീയല്ലേ എന്നുള്ള ഒരു പാട്ട്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് ആകർഷിച്ച ഒരു സോങ് ആണ്. ഈ സിനിമയിൽ എന്ത് പറ്റും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നടന്നൊരു ചിത്രഗീതത്തിലൊക്കെ ഈ സിനിമ കാണുന്ന സമയത്ത്, ഈ പാട്ട് കാണുന്ന സമയത്ത് ഈ പടത്തിൽ ഇനി എന്ത് സംഭവിക്കാൻ വന്നത്, മോഹൻലാൽ എന്ത് പറ്റും, ഇങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ച ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ട് ഇദ്ദേഹം പാടുന്നു. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉപയോഗിച്ച്, ആ നാട്ടിലെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉപയോഗിച്ചാണ് പാടുന്നത്. പാടുമ്പോ ഈ പാട്ട് കേട്ട് വളരെ ആകൃഷ്ടയായിട്ട് അല്ലെങ്കിൽ രമണകനെ കാണണമെന്നുള്ള ആവേശത്തോടു കൂടി സെമന്തക തടവറയിൽ നിന്ന് ഫോഴ്സ്ഫുൾ ആയിട്ട് ചാടുകയാണ്. കണ്ണുകൊണ്ടല്ലോ. അപ്പൊ ചാടി കഴിയുമ്പോഴത്തേക്കും പടയാളികൾ അറിയുന്നു. അപ്പൊ ഈ പാട്ടിന്റെ തീം തന്നെ സെമന്തകയുടെ പിന്നാലെ പടയാളികൾ വരുന്നു. രമണകൻ ഈ പാട്ട് പാടി അവസാനം ഈ പാട്ട് അവസാനിക്കുന്നിടത്ത് ഇവർ രണ്ടുപേരും ആലിംഗനം ചെയ്യുന്ന സീനാണ്. അപ്പൊ ഇതൊക്കെ രഘുരാമൻ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ മറ്റാരും അറിയാതെ രഘുരാമൻ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രഘുരാമൻ മനസ്സിലാക്കുന്നു അവിടുത്തെ സിറ്റുവേഷൻസ് എല്ലാം. ഈ പാട്ടിന്റെ അവസാനം പടയാളികൾ സെമന്തകയെ പിടിച്ചു മാറ്റി കിട്ടിയ ചാൻസ് നോക്കി നമ്മുടെ രമണകനെ ആക്രമിക്കാനായിട്ട് തുനിയുകയാണ്. അപ്പോ ഒബ്വിയസ്ലി ഫസ്റ്റ് ഇറങ്ങി വന്നപ്പോൾ തന്നെ രഘുരാമൻ ഒരു മർഡർ കണ്ടു, ഒരു എക്സിക്യൂഷൻ കണ്ടു. ഇനി അത് സംഭവിക്കുന്നുള്ള ഇതിൽ പെട്ടെന്ന് തന്നെ രമണകനെ പിടിച്ചു മാറ്റി. അപ്പൊ രമണകനോട് എന്തോ ഒരു പ്രത്യേകത രഘുരാമന് തോന്നി, അല്ലെങ്കിൽ നേരത്തെ ഒരു മർഡർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു രഘുരാമൻ കണ്ടു. അപ്പൊ മർഡർ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു ഇന്റൻഷൻ രഘുരാമന് വന്നു. ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് കുറെ പേരെ കൊല്ലുക എന്നുള്ളൊരു ലെവലിലാണ് രഘുരാമൻ നിന്നിരുന്നത്. ഇത് അങ്ങനെയല്ല. തന്റെ ഗോത്രോ ജാതി ഒന്നുമില്ല, ഒരു ആള് മരിക്കുന്നത് കാണാൻ വയ്യ, രമണകനെ രക്ഷിക്കാനായിട്ട് രക്ഷിക്കുന്നു. അവിടെയും പടയാളികളായിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അവിടുത്തെ പടയാളികൾ സാധാരണക്കാരല്ല. അവർക്ക് കാഴ്ചയില്ലെങ്കിലും ശ്രവണശക്തിയും ഗന്ധവും ഒക്കെ പിടിച്ച് അവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. അവിടെ നിന്ന് രമണകനെ രക്ഷിക്കുന്നു. അങ്ങനെ ഈ പുതിയ ലോകത്ത് രഘുരാമൻ ആദ്യം തന്റെ സുഹൃത്തിനെ കിട്ടുന്നു. ആദ്യമായിട്ടൊരു സുഹൃത്തിനെ കിട്ടുന്നു. അത്
രമണകനാണ്. അപ്പൊ രമണകൻ ചോദിക്കുന്നത് എങ്ങനെ എന്നെ രക്ഷപ്പെടുത്തി? അപ്പൊ രഘുരാമൻ പറയുന്നു എനിക്ക് കാഴ്ചയുണ്ട്. അപ്പൊ കാഴ്ച ആർക്കുമില്ല, ഇവിടുത്തെ രാജാവിനില്ല, എനിക്കില്ല, എന്റെ ശമന്തയ്ക്കില്ല, ആർക്കും തന്നെ ഇല്ല, ആരും ഒന്നും കാണുന്നില്ല, പിന്നെ നിങ്ങൾ മാത്രം എങ്ങനെ കാണുന്നു, വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ രഘുരാമൻ പറയുന്നു ഞാന് നിന്റെ സമന്തകയുടെ അടുത്ത് കൊണ്ടുപോയാൽ നീ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ രമണകനോട് വീഴാണ്. കാരണം പ്രണയ ഒരു പരവശനായിട്ട് നിൽക്കുന്ന ഒരു ലെവലിലാണ് രമണകൻ. എങ്ങനെയെങ്കിലും സമന്തകയെ കണ്ടാൽ മതി, അവിടെ റിസ്ക് എടുക്കാനും തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോ രഘുരാമൻ രമണകനെ സമന്തകയുടെ അന്തപുരത്തിൽ എത്തിക്കുന്നു. കാഴ്ചയുണ്ടല്ലോ, കാഴ്ചയുള്ള സുഹൃത്താണ്. അപ്പോ പിടിച്ച് എന്താ പറയാ നൈസായിട്ട് കൊണ്ടുപോയി അകത്ത് അന്തപുരത്തിൽ എത്തിക്കുന്നു. അവര് സമന്തകയോട് പറയുന്നു ആരാണ്? ഞാൻ രഘുരാമനാണ്, എനിക്ക് കാഴ്ചയുണ്ട്, നിന്റെ സുഹൃത്ത് അല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട രമണകൻ എന്റെ അടുത്തുണ്ട്. അങ്ങനെ അവര് ആലിംഗനം ചെയ്ത് വീണ്ടും അവരെ ഒന്നിപ്പിക്കുകയാണ്. അപ്പൊ ഇത് കേട്ട് സമന്തകയുടെ തോഴി വരുന്നു. അപ്പൊ പറയുന്നു എനിക്ക് കാഴ്ചയുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇവിടുന്ന് പോകണം, റിസ്ക് ആണ്. അപ്പോ ഒബ്വിയസ്ലി രഘുരാമൻ പെട്ടെന്ന് തന്നെ റിസ്ക് എടുക്കാൻ വയ്യാതെ രമണകനെയും കൊണ്ട് അവിടെ കിടക്കുന്നു. അപ്പൊ രമണകനും രഘുരാമനും തമ്മിൽ നടന്ന ഈ ഒരു കോൺവെർസേഷൻ ഒരു ചാരൻ ഒളിഞ്ഞു കേൾക്കുകയാണ്. അപ്പൊ ആ രാജ്യത്ത് ചാരന്മാരുണ്ട്. ഇത് രാജാവിന്റെ ചെവിയിലെത്തുന്നു. രാജാവ് ഓൾറെഡി വറീഡ് ആണ്. കാരണം നേരത്തെ തന്നെ ആദ്യത്തെ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് ഒരു ഫോറിൻ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് പടയാളികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ അത് രാജാവിന് തീരെ ഇഷ്ടമില്ലാത്ത തന്റെ സഹോദരിയെ സ്നേഹിക്കുന്ന ആ പുള്ളിയെ അതേ ആള് തന്നെ രക്ഷിച്ചിരുന്നു. അപ്പൊ ഇത് മാത്രമല്ല അവർ തമ്മിൽ കൂട്ടായി. അപ്പൊ ഇതൊരു ബാഹ്യശക്തിയാണ്, ഇതൊരു ചെകുത്താനാണ് എന്ന് രാജാവ് വിചാരിക്കുന്നു. അപ്പൊ രാജാവ് എല്ലാം കാണുന്നത് ഒന്ന് രാജാവിന് ഒന്ന് അന്ധവിശ്വാസം, പിന്നെ ഒന്ന് ഉയർന്ന ഗോത്രത്തിന്റെ ഒരു സെറ്റിൽമെന്റ്. ഇത് മാത്രമാണ് രാജാവിന്റെ മനസ്സിലൂടെ പോകുന്നത്. അങ്ങനെ രാജാവ് ഓപ്പൺ ആയിട്ട് ഓർഡർ ചെയ്യുന്നു, ഈ പറയുന്ന വ്യക്തിയെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കഴിഞ്ഞാൽ ഏൽപ്പിക്കണം എന്നുള്ളൊരു വിളംബരം പുറപ്പെടുവിക്കുന്നു. ഇത് അറിയാണ് നമ്മുടെ രമണകൻ. ഇത് കേട്ട് രഘുരാമനെ വീട്ടിലോട്ട് എത്തിക്കുന്നു. അപ്പൊ വീട്ടിലോട്ട് എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ രഘുരാമനെ അവിടുത്തെ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് മറ്റാരും അറിയണ്ട ആ ഒരു പുതിയ ഡ്രസ്സും പുതിയൊരു രൂപവും രഘുരാമന് വരുമ്പോൾ അത്യാവശ്യം ഒന്ന് ഒളിച്ച് താമസിക്കാൻ പറ്റും, മാത്രമല്ല കാഴ്ചയുണ്ടോ എന്നുള്ള രീതിയിൽ വീട്ടിലെത്തിക്കുന്നു. രമണകന്റെ അച്ഛന്റെ പേര് മൗലി എന്നാണ്. അദ്ദേഹം ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അച്ഛനും അമ്മയും ഒരു സഹോദരിയുമാണ് ഇദ്ദേഹത്തിനുള്ളത്, രമണകനുള്ളത്. സഹോദരി പ്രഗ്നന്റ് ആണ്. ഉടനെ തന്നെ ഡെലിവറി ടൈം ആയി എന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോ പെട്ടെന്ന് രമണകൻ ഈ വിളംബരം കേട്ട് ഓടി വന്ന് പറയുന്നു രഘുരാമ നിന്നെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കാനാണ് രാജാവിന്റെ ഉത്തരവ്. ഇവിടുത്തെ രാജാവ് ദുഷ്ടനാണെന്നും മൗലി അതായത് രമണകന്റെ അച്ഛൻ രഘുരാമനോട് പറയുന്നു. മാത്രമല്ല ഇവിടെ ഒരു കൺകാണിത്തറയുടെ ഒരു ടെസ്റ്റ് ഉണ്ട്. കാഴ്ചയുണ്ടെന്ന് പറഞ്ഞ് ഇതിനു മുമ്പേ വന്നവരെയൊക്കെ കുരിശിൽ തറച്ചും കുത്തി മുളവടിയിൽ കുത്തി നിർത്തുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല അവർക്കൊരു കൺകാണിത്തറയുടെ ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു ചലഞ്ച് ഉണ്ട്. അത് ഒരു സ്ഥലത്ത് നിർത്തി ഗന്ധവും കേൾവിയും കൊണ്ടല്ലാതെ ആ നിൽക്കുന്ന ആളെ നാദമണി 3 കൂട്ടുന്നതിന് മുമ്പ് അറിയണം, അതായത് കണ്ടു പറയണം അവിടെ ആരാണ് നിൽക്കുന്നത്. അപ്പൊ രഘുരാമൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് വരുന്നു, ആ ടെസ്റ്റ് ഞാൻ എന്തായാലും പാസ്സാവും. അപ്പൊ രഘുരാമന് കാഴ്ച ഉണ്ടെന്ന് അറിയിക്കണം, ഈ നാട്ടില് ഉള്ള ആൾക്കാർക്ക് കാഴ്ച കൊടുക്കണം. ഇതാണ് രഘുരാമന്റെ ഉദ്ദേശം. ഇനി അടുത്തതായിട്ട് ഈ രാജ്യത്ത് ഈ പുതിയതായിട്ട് രഘുരാമൻ എത്തിപ്പെട്ട ഈ സ്ഥലത്ത് മറ്റു ചില കഥാപാത്രങ്ങൾ നിങ്ങൾ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. അതിലൊന്നാണ് കർമ്മി. കർമ്മി എന്ന് പറഞ്ഞാൽ മന്ത്രവാദമൊക്കെ ചെയ്ത് അവിടുത്തെ രാജാവിനെ സന്തോഷപ്പെടുത്തി ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്താ പറയാ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ കുറെ മന്ത്രമൊക്കെ പറഞ്ഞു പറയും, ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് നരബലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ രാജാവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ഇതൊക്കെ. ഇനി അവിടെ ഒരു ശ്രവണനുണ്ട്, ഒരു കപട ശാസ്ത്രജ്ഞൻ. അപ്പൊ അദ്ദേഹത്തെ പേര് ശ്രവണൻ എന്നാണ്. അപ്പൊ ശ്രവണന്റെ ജോലി ഈ കടിച്ചാൽ പൊട്ടാത്ത കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് ആൾക്കാരെ പറ്റിക്കുക, നാദതരംഗങ്ങൾ കൊണ്ട് വേലിയേറ്റങ്ങൾ ഉണ്ടാക്കി ആ വേലിയേറ്റത്തിൽ നിന്ന് ഒരു അണു പ്രപഞ്ചത്തെ ഞാൻ നിയന്ത്രിക്കും എന്നൊക്കെ. ഇതൊക്കെ ചെറുതിലെ കേട്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ഇത് മനസ്സിലാക്കുന്നത് കപട ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പൊ ഇദ്ദേഹം കപട സയൻസ് കൊണ്ട് ഇദ്ദേഹം ആ നാടിനെ ശരിയാക്കും എന്നാണ് രാജാവിനോട് പറഞ്ഞ് മനസ്സിലാക്കി. അത് ആ ഒരു ലെവലിൽ കൂടെ അതങ്ങനെ പോകുന്നു. പിന്നെയുള്ളത് ഒരു ടീച്ചറാണ്, ഒന്നും അറിഞ്ഞുള്ളത് ഒരു ടീച്ചർ കുട്ടികളെ ചെറുതിലേ തന്നെ വിഷം കുത്തിവെച്ച് അല്ലെങ്കിൽ എന്താ പറയാ തെറ്റായ ശാസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ശബ്ദമാണ് ഏറ്റവും വലിയ സംഗതി എന്നും അതുപോലെ തന്നെ കാഴ്ച എന്നുള്ള സംഗതി ഇല്ല എന്നും ഈ ലോകമാണ് ലോകം, ഇനിയൊരു ലോകം ഇല്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത മറ്റു ചില ക്യാരക്ടേഴ്സ്. അപ്പൊ ഇതൊക്കെയാണ് ആ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് സംവിധാനം നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നടന്നു എന്ന് ആദ്യത്തെ രാജാവ് അതായത് വിജയന്ത മഹാരാജാവിന്റെ അച്ഛൻ അറിയുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഈശ്വര ആശ്വാസമായി,
അല്ല, ഇപ്പൊ സമന്തകയുടെ തോഴി നല്ല ആളാണ്. അപ്പൊ ഇത് ഇടക്കിടയ്ക്ക് ന്യൂസ് എത്തിക്കുന്നുണ്ട്, ഈ സമന്തകയുടെ തോഴി. അപ്പൊ പറയുന്നു, ദൈവപുത്രന് എന്താണ്, കാഴ്ചയുള്ളവൻ ദൈവപുത്രനാണ്, എന്താണ് കാത്തിരിപ്പിന്റെ കാര്യത്തിൽ സഫലം സംഭവിച്ചല്ലോ ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വര എന്നുള്ളൊരു ഒരു ആത്മകഥം അദ്ദേഹം പറയുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, കാഴ്ച എന്ന് പറയുന്ന സംഗതി ഉണ്ടെന്നും അത് ഈ നാട്ടിലെ എല്ലാവർക്കും കിട്ടണമെന്നും എന്നുള്ളൊരു ആഗ്രഹം ഈ മഹാരാജാവിനുണ്ട്, വിജയേന്ദ്ര മഹാരാജാവിന്റെ അച്ഛൻ. അടുത്തതായിട്ട് രാജസദസ് പിന്നെയും കാണിക്കുകയാണ്. രാജാവ് അസ്വസ്ഥനാണ്, അന്ധവിശ്വാസങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. അപ്പൊ രാജാവ് കർമ്മിയെ വിളിച്ച് ഒരു ഇതിന്റെ റീസൺ ചോദിക്കുകയാണ്. അപ്പൊ കർമ്മി പറയുന്നു, എന്താണ് ഇവിടുത്തെ ശബ്ദദേവതയ്ക്ക് വേണ്ടത് എന്താണ്, നരബലിയാണ്. അപ്പൊ നരബലി കുറെ നാളായിട്ട് കൊടുത്തിട്ടില്ല, അപ്പൊ നരബലിക്കുള്ള സമയമായി എന്ന് കർമ്മി പറയുകയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ കപട ശാസ്ത്രത്തിന് അപ്പുറം നിൽപ്പുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്നു, ശരിക്കും അന്ധവിശ്വാസങ്ങളല്ല വേണ്ടത്, നമുക്ക് ശാസ്ത്രമാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു അണുപ്രപഞ്ചത്തിനെ നേരിടാൻ ഒരു ശബ്ദ സംഘാതം ഉണ്ടാക്കാം എന്ന് പറയുന്നു. അപ്പം 2 ഓപ്ഷൻസ് ഫ്രണ്ടിലോട്ട് വെച്ചു. ഇയാൾ പറഞ്ഞു, കർമ്മി പറഞ്ഞു അന്ധവിശ്വാസം, ഇയാൾ കുറച്ച് കപട സയൻസ് പറഞ്ഞു. രാജാവ് അന്ധവിശ്വാസം ചൂസ് ചെയ്യുന്നു. നമുക്ക് നരബലി തന്നെ കൊടുക്കാം, കാരണം കഴിഞ്ഞ ആഷാഢത്തിൽ മഞ്ഞ് പെയ്തപ്പോ നമ്മൾ നരബലി കൊണ്ടാണ് അതിനെ പ്രതിരോധിച്ചത്. അപ്പൊ അതുകൊണ്ട് നമുക്കും ഇത്തവണയും നരബലി തന്നെ കൊടുക്കാം. അപ്പം നല്ല ശബ്ദദേവതയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് ബാക്കിയുള്ള കിങ്കരന്മാരെ ഏൽപ്പിക്കുകയാണ് രാജാവ്. അപ്പൊ ഈ സംഭവം കഴിഞ്ഞിട്ട് രാജാവും റാണിയും തമ്മിലുള്ള ഒരു പൊതു സദസ്സില് രാജാവിന്റെ വൈഫ് പറയാണ്, നരബലിക്ക് പറ്റിയ ഒരാളുണ്ട്, പക്ഷെ അത് ഭയങ്കര സംഘർഷം ഉണ്ടാക്കും അത് അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പൊ തന്നെ പറയുന്നു, പേര് ആരാണ്, നമ്മുടെ രമണകനാണ്. അപ്പൊ രാജാവിന് സന്തോഷം, ഒരു വഴിക്ക് 2 പക്ഷി, നരബലി നടക്കുകയും ചെയ്യും, സ്വന്തം സഹോദരിയുടെ പിന്നാലെ നടക്കുന്ന അല്ലെങ്കിൽ ആ നീച ഗോത്രക്കാരനെ കൊല്ലുകയും ചെയ്യാം, ആ ഒരു ഇത് ഒഴിവാക്കുകയും ചെയ്യാം എന്ന് രാജാവ് തീരുമാനിക്കുന്നു. അപ്പൊ ഒരു വഴിക്ക് 2 പക്ഷി. അങ്ങനെ രാജാവ് എന്ത് ചെയ്യുന്നു, നമ്മുടെ രമണകനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് ഉത്തരവിടുന്നു. ഇത് രമണകന്റെ ചെവിയിലെത്തുന്നു, മൗലിയുടെ ചെവിയിലെത്തുന്നു. കർമ്മിയും കൂട്ടരും മൗലിയുടെ വീട്ടിലെത്തി രമണകനെ വിളിച്ചുകൊണ്ട് വരുന്ന സീനാണ്. കുറച്ച് വിഷമമുള്ള ഒരു സീനാണ്. രമണകൻ വലിയ എതിർപ്പൊന്നും കൂടാതെ അവരുടെ കൂടെ പോകുന്നു. അങ്ങനെ രമണകന്റെ വധശിക്ഷ അല്ല, നരബലിയാണ്, ഒരു സൂപ്പർസ്റ്റീഷ്യസ് റിലീജിയസ് ചടങ്ങാണ്. വലിയ പാട്ടും മേളവും ഒക്കെ ആയിട്ട് ഒരു പൂജയൊക്കെ നടത്തി രമണകനെ കൊല്ലാനായിട്ട് മുതിരാണ്. അപ്പൊ അങ്ങനെ നരബലിക്ക് തൊട്ടു മുമ്പ് ഒരു പൂജയുണ്ട്. ആ പൂജയുടെ സംബന്ധമായിട്ടൊരു ഗാനമൊക്കെ ഉണ്ട്, ഒരു പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ടിന്റെ അവസാനം ഈ രമണകനെ കൊല്ലാനായിട്ട് നരബലിക്കായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് രഘുരാമൻ അതിസാഹസമായി വന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ രക്ഷപ്പെടുത്തി വളരെ സേഫായിട്ട് രമണകനെയും ഫാമിലിയും, കാരണം ഇനി അവിടെ നിൽക്കുന്ന സേഫ് അല്ല, താഴ്വരയുടെ മറ്റൊരു സ്ഥലത്തേക്ക് രഘുരാമൻ മാറ്റുകയാണ്. കാരണം ഈ രാജ്യം എന്ന് പറയുമ്പോൾ ഒരു കേൾവിയുടെ ബേസിസിലാണല്ലോ, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു ചെറിയൊരു സ്ഥലത്താണ് അവർ ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് താഴ്വരയുടെ വേറൊരു പ്രദേശത്തോട്ട് അവര് മാറി, ഭടന്മാരുടെ ആയുധങ്ങൾക്ക് എത്താൻ പറ്റാത്ത ഒരു സ്ഥലത്ത് രമണകന്റെയും ഫാമിലിയെയും നമ്മുടെ രഘുരാമൻ മാറ്റി. അപ്പൊ ഇപ്പോ തൽക്കാലത്തേക്ക് നമ്മുടെ രഘുരാമനും രമണകനും ഫാമിലിയും എല്ലാം സേഫ് ആണ്. അപ്പൊ അവിടെ ഈ രമണകന്റെ സഹോദരി ഡെലിവറി ഡേറ്റ് ആയി. അപ്പോ അവിടെ ഒരു പ്രസവം നടക്കുകയാണ്. ഈ കുഞ്ഞിനെ കാണിക്കുന്നു. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ഒരു പ്രത്യേകതരം ഫ്രൂട്ട് പൊളിച്ച് അതിന്റെ ചാറ് ഇതിന്റെ വാക്കകത്ത് ഒഴിച്ചു കൊടുക്കുന്നു. ഈ കുറ്റിയുടെ വാക്കകത്ത് ഇങ്ങനെ എറ്റി കൊടുക്കുന്നു. അപ്പോ ഇത് രഘുരാമൻ കണ്ടിട്ട് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നു, ഇവിടെ രമണകൻ പറയാണ്, ഇവിടെ ഈ നാട്ടില് ജനിച്ചു വീഴുന്ന കുട്ടികളെല്ലാം മരിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പാറകളുടെ ദേവതയെ ധ്യാനിച്ചു. അപ്പൊ ഈ ദേവത ഞങ്ങൾ ഒരു ഇലാമ പഴം, അതാണ് ഈ പഴം, ഭയങ്കര സ്വാദുള്ള ഒരു പഴമാണ്. അത് കഴിച്ചപ്പോൾ തന്നെ ഈ ചൈൽഡ് ഡെത്ത് റേറ്റ് അങ്ങ് കുറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വരമാണ്. അതീവ ടേസ്റ്റ് ഉള്ള ഒരു പഴമാണ്, കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. പക്ഷെ കുരു കഴിക്കരുത്, കുരു കൊടിയ വിഷമാണ്. അപ്പൊ ഈ കുഞ്ഞിന് കൊടുക്കുമ്പോൾ തന്നെ ഈ കുരു എടുത്തിട്ട് പഴമാണ് കൊടുക്കുന്നത്. അപ്പൊ രഘുരാമൻ അപ്പൊ തന്നെ ഈ പഴം വാങ്ങിച്ച് കഴിക്കുന്നു. ഒരെണ്ണം കഴിച്ചപ്പോൾ പിന്നെയും ടേസ്റ്റ്. അവിടുന്ന് കഴിക്കാതെ തൊട്ടടുത്തുള്ള മരത്തിൽ പോയി ഇത് വീണ്ടും വീണ്ടും കഴിച്ചു. അങ്ങനെ കഴിച്ചിട്ട് പിന്നെയും മരത്തിലേക്ക് കയറാൻ നോക്കുമ്പോൾ രഘുരാമന്റെ കണ്ണില് മങ്ങലേൽക്കുകയാണ്. അപ്പൊ നമുക്ക് തന്നെ ഡൗട്ട് അടിച്ചു തുടങ്ങി, എന്താണ് അവിടുത്തെ ആൾക്കാർക്ക് അന്ധതയുടെ കാരണം ഈ പഴമാണ്, ഈ ഇലാമ പഴം എന്നുള്ള പഴമാണ്. അപ്പൊ രഘുരാമൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ഐസായിട്ട് പോവാണ്. അപ്പൊ അവിടെയുള്ള കാഴ്ചയുള്ള ആളുകളെ പോലെ അല്ല, കാഴ്ച ഇല്ലാത്ത ആളുകൾക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ജഡ്ജ് ചെയ്ത് പോകാനൊക്കെ പറ്റും പതുക്കെ. കാരണം അവർക്ക് കേൾവിയും ഗന്ധവും സ്പർശനവും ഒക്കെ ആക്റ്റീവാണ്. രഘുരാമൻ ഇതൊന്നും അറിഞ്ഞുകൂടാ. കാഴ്ച പോയതും രഘുരാമൻ ടോട്ടലി ഡീറൈൽഡ് ആണ്, ഉറച്ച് വിളിച്ചു പോവുകയാണ്. എന്താണ്, നിങ്ങളുടെ അന്ധതയുടെ കാരണം ഇലാമാപ്പഴമാണ്, അതുകൊണ്ട് ആരും ഇലാമാപ്പഴം കഴിക്കരുത് എന്ന്
വിളിച്ചു പോവുകയാണ്. അതിനിടയിൽ സ്വന്തമായിട്ട് ജൽപ്പനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഗുരുവെ എന്നോട് ക്ഷമിക്കണം, എന്റെ അവിവേകം കൊണ്ട് ഞാൻ എന്തോ ചെയ്തു എന്നൊക്കെ ഉള്ള ഒരു കുറെ കുറ്റബോധമായിട്ട് രഘുരാമന് മനസ്സിലായി ചെയ്തതിനുള്ള ശിക്ഷയാണ് കിട്ടിയതെന്ന്. അപ്പൊ ഇദ്ദേഹം ഒരു മലയിൽ നിന്ന് പതുക്കെ അവിടെ നിന്ന് ഒരു മല പോലത്തെ ഒരു സ്ഥലത്ത് ഒരു പാറ പോലത്തെ സ്ഥലത്ത് നിന്ന് പതുക്കെ 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 എന്താ പറയാ വഴിക്ക് വീണ് നേരെ എത്തി നിൽക്കുന്നത് ഭടന്മാരുടെ അടുത്താണ്. അങ്ങനെ രഘുരാമനെ പൊക്കി ഭടന്മാര് രാജാവിന്റെ അടുത്ത് എത്തിക്കുന്നു. അപ്പൊ നേരത്തെ കാഴ്ചയുള്ള സമയത്ത് രഘുരാമൻ അല്ല, ഇപ്പൊ കാഴ്ച ഇല്ല, ടോട്ടലി ഔട്ടായി നിൽക്കുകയാണ്. ഭടന്മാര് രഘുരാമനെ എത്തിക്കുന്നത് രാജസദസ്സിലാണ്. രാജാവ് വളരെ ഹാപ്പിയാണ്. ഒരു ചാരൻ അല്ലെങ്കിൽ ഒരു ഫോറിൻ ഏലിയൻ പോലത്തെ ഒരാള് തന്റെ വിശ്വാസങ്ങളെയും തന്റെ ഗോത്രത്തിനെയൊക്കെ എതിർക്കുന്ന ഒരാളെ നൈസായിട്ട് ഫിനിഷ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ്. അങ്ങനെ ഭടന്മാരെയൊക്കെ രാജാവ് അനുമോദിച്ചുകൊണ്ട് അങ്ങനെ രാജാവ് വിധിയിടുകയാണ്. അപ്പൊ അവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന രാജാവാണ്. പ്രത്യേകിച്ച് ഒരു ജഡ്ജോ അല്ലെങ്കിൽ ഒരു വിചാരണയോ അങ്ങനെയൊന്നുമില്ല. രാജാവ് പറയുന്നു, എന്താണ്, നീ ഒരു ഞങ്ങളുടെ ഗോത്രത്തെയും അല്ലെങ്കിൽ കാഴ്ചയുടെ ഇല്ലാവചനം പാടി നടന്ന നിനക്ക് വിചിത്രമായ ശിക്ഷയാണ്. വേറൊന്നുമില്ല, ഇല്ലാമാ പഴത്തിന്റെ കുരു കഴിച്ച് നിന്റെ വധശിക്ഷ അല്ലെങ്കിൽ അത് നൽകി നിന്റെ വധശിക്ഷ നടപ്പാക്കും. അങ്ങനെ രഘുരാമന്റെ ശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ്. ഇത് കുടിക്കാൻ ഈ ചാറ്, ഈ ഒരു വൈറ്റ് കളർ സീഡാണ്, ഇത് ഞെക്കി ഇതിന്റെ ചാറ് ഒരുപാട് കളക്ട് ചെയ്ത് രഘുരാമനെ കുടിക്കാൻ കൊടുക്കുന്നു. രഘുരാമൻ കേൾക്കുന്നില്ല. സൈന്യാധിപൻ ജസ്റ്റ് തല പിടിച്ചടിക്കുമ്പോൾ ജസ്റ്റ് ടയർഡായി ബോധം പോയി വീഴുന്നു. ബാക്കിയാത്തത് ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ രഘുരാമനെ വിഷവിത്ത് നൽകി ആ വധശിക്ഷ നടപ്പാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇത് മറ്റാൾക്കാരും അതുപോലെ തന്നെ രമണകനും ഇത് അറിയുന്നു. രഘുരാമനെ ഇളമാപ്പഴത്തിന്റെ വിത്ത് നൽകി കൊന്നു എന്നുള്ളത് അവിടെ അനൗൺസ് ചെയ്യുകയാണ്. ഇത് എല്ലാവരും നമ്മളെ വിഷമത്തിലാക്കുന്ന ഒരു കാര്യമാണ്. കാരണം വളരെ ആഗ്രഹത്തോടു കൂടി ആ നാട്ടിലുള്ളവർക്ക് കാഴ്ച നൽകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ച രഘുരാമൻ ഇപ്പോ മരണക്കിടക്കിലാണ്. അങ്ങനെ കഥ ടോട്ടലി ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് പിറ്റേന്ന് നേരം വിളിക്കുന്നു. സൂര്യപ്രകാശം രഘുരാമന്റെ കണ്ണിലടിക്കുകയാണ്. രഘുരാമൻ പതുക്കെ കണ്ണ് ഉറക്കുകയാണ്. മരിച്ചിട്ടില്ല രഘുരാമൻ. ഈ സിനിമയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനാണ്. അപ്പോൾ ഇദ്ദേഹം കണ്ണ് തുറക്കുന്ന ഒരു സീൻ എനിക്ക് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സീനാണ്. കാരണം ആ സമയത്ത് വല്ലാത്തൊരു സന്തോഷം നമ്മളിൽ ഉണ്ടാവും. മാത്രമല്ല ഇലാമപ്പഴത്തിന്റെ കുരു വിഷമല്ല എന്ന് നമ്മൾ അറിയുന്നു. അപ്പൊ രഘുരാമൻ കണ്ണ് തുറക്കുമ്പോൾ ശരിക്കും രഘുരാമൻ ഈ കാഴ്ച കിട്ടുകയാണ്. അതായത് ഇലാമാപ്പഴത്തിന്റെ കുരു വിഷമല്ല എന്ന് മാത്രമല്ല, ഒരു സിദ്ധൌഷധമാണ് ഈ കാഴ്ച തിരിച്ചു കിട്ടാനായിട്ടുള്ള. ഇത് മനസ്സിലാക്കിയ രഘുരാമൻ ഗുരുവേ എന്ന് പറഞ്ഞ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സീനിന്റെ ഒരു പൊട്രയലാണ് ഡയറക്ടറും പിന്നെ നമ്മുടെ ലാലേട്ടനും കാണിക്കുന്നത്. ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഈ ഒരു സീൻ കാണുമ്പോൾ. രഘുരാമൻ ആ ബാക്കി കിടക്കുന്ന ഇച്ചിരി ചാറും കൂടെ ഉണ്ട്, അതുകൂടെ കുടിക്കുന്നു. എന്നിട്ട് ഈ ഒരു വിലങ്ങ് പോലൊരു സാധനം ജസ്റ്റ് ചവിട്ടി കളയുന്നു. എന്നിട്ട് ഇദ്ദേഹം അലറി വിളിച്ചുകൊണ്ട് ഓടുകയാണ്. നേരത്തെ കാഴ്ച മിസ്സായപ്പോ ഇദ്ദേഹം പറഞ്ഞു നടന്നിരുന്നു ഇലമാപ്പഴം കഴിക്കരുതായോ എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു ഇലമാപ്പഴം ഡേഞ്ചറസ് ആണ്, പക്ഷെ കുരു വിഷം അല്ല, പക്ഷെ കുരു വിഷമല്ല, അതൊരു ഔഷധമാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ദേഷ്യം വരികയാണ്. ഭ്രാന്തനാണ് ഇവൻ, അല്ല ഇവന് ദൂരെ കല്ലെറിഞ്ഞ് അകറ്റു. ഇവൻ ആദ്യം പറയുന്നു, ഒന്ന് പറയുന്നു, പിന്നെ പറയുന്നു. അങ്ങനെ ഇവൻ നമുക്ക് അപകടം വരുത്തി വെക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവൻ വഴിതെറ്റിക്കും എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ഇവനെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ്. രഘുരാമൻ കുറെ കല്ലെറി കൊണ്ടു, എന്നാലും സാരമില്ല. അവിടുത്തെ കുഞ്ഞുങ്ങളെ വിളിക്കുന്നു. അവര് ജസ്റ്റ് അടുത്ത് വന്നിട്ട് അവര് മൈൻഡ് ചെയ്യാതെ പോകുന്നു. അപ്പോ ആരൊക്കെ മൈൻഡ് ചെയ്തെങ്കിലും രഘുരാമനെ മൈൻഡ് ചെയ്യുന്ന ഒരാളുണ്ട്, അല്ലെ? തന്റെ ആത്മാർത്ഥ സുഹൃത്തും തന്റെ ശിഷ്യനും എന്ന് പറയുന്ന നമ്മുടെ രമണകൻ ഓടി രഘുരാമന്റെ അടുത്ത് വരുന്നു. എന്നിട്ട് പറയുന്നു, സുഹൃത്തെ നീ എന്നെ വിശ്വസിക്കുമോ? അപ്പൊ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ കണ്ണിന്റെ കാഴ്ചയുടെ ജ്വാല ഞാൻ നിനക്ക് പകർന്നു തരാം. അപ്പോ രമണകന് സന്തോഷം വന്നു. രമണകൻ പറയുന്നു, എന്നെ മാത്രമല്ല എന്റെ സമന്തകയും നിന്റെ പരീക്ഷണത്തിനായി ഞാൻ വിട്ടുതരുന്നു. അപ്പോ അടുത്ത സീൻ എന്തായിരിക്കും? സമന്തകയെ രക്ഷിക്കണം. നമ്മുടെ രമണകനോടൊപ്പം പോയി സമന്തകയെ രക്ഷിക്കുന്നു. കൂടെ നമ്മുടെ പഴയ രാജാവ്, യഥാർത്ഥ നല്ല രാജാവിനെ രാജ്ഞിയെ രക്ഷിക്കുന്നു. ചിലപ്പോൾ എല്ലാവർക്കും കാഴ്ച തിരിച്ചു കിട്ടിയ നല്ലൊരു രാജാവ് വേണ്ടാവും, അതിനായിരിക്കും ചെയ്യുന്നത്. കൂടെ നമ്മുടെ സമന്തകയുടെ തോഴിയുമുണ്ട്. അങ്ങനെ ഇവരെല്ലാം വിളിച്ചുകൊണ്ട് രഘുരാമൻ പുതിയൊരു ബേസ് ക്യാമ്പ് പോലെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇത് അവിടുത്തെ ആൾക്കാർ അറിയുന്നു. എന്നിട്ട് പറയുന്നു, രഘുരാമൻ എല്ലാവർക്കും കാഴ്ച കൊടുക്കാൻ പോവുകയാണ്. ചിലപ്പോൾ സത്യമാവും. അത് മാത്രമല്ല, നമ്മുടെ രാജാവ് വിജയേന്ദ്ര മഹാരാജാവല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ യഥാർത്ഥ പഴയ രാജാവും രഘുരാമനൊപ്പമാണ്. അപ്പൊ അവിടെ ഉള്ളവർക്ക് ഒരു വിശ്വാസം വരുന്നത് എന്താണ്? രാജാവ് വിശ്വസിക്കുന്നതെങ്കിൽ രാജാവ് ഒന്നും കാണാതെ ഒന്നും പറയത്തില്ല. രാജാവ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാണും എന്ന് അവർ പരസ്പരം പറയുന്നു. അങ്ങനെ രഘുരാമൻ ഒരു വലിയ ബേസ് ക്യാമ്പ് സെറ്റ് ചെയ്യാണ്. എന്തിനാണ്? കാഴ്ച കൊടുക്കാനായിട്ട്. അല്ല, ഇലാമാപ്പഴത്തിന്റെ വിത്ത് പിഴിഞ്ഞ് അതിന്റെ ചാറ് എല്ലാവർക്കും കൊടുത്ത് കാഴ്ച തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് രഘുരാമന്റെ
ഉദ്ദേശിച്ചത്. അപ്പൊ പൊടുന്നനെ മറ്റൊരു അശരീരി കേൾക്കുന്നു. രഘുരാമ, കാഴ്ച എന്ന് പറയുന്നത് ഒരു ദിവ്യൌഷധമാണ്. അതിന് ത്യാഗത്തിന്റെ പിൻബലം വേണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു വ്രതം അനുഷ്ഠിച്ച് ഇത്ര പർട്ടിക്കുലർ ഡേയ്സ് ഇരുട്ടറയിൽ കിടന്നാലേ, ഔഷധം സേവിച്ച് കിടന്നാലേ കിട്ടുള്ളൂ എന്ന് പറയുന്നു. രഘുരാമൻ അത് അനുസരിക്കുന്നു. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഇരുട്ടറ ഉണ്ടാക്കുന്നു. അങ്ങനെ രമണകന്റെയും രാജാവിന്റെയും സെമന്തകയുടെയും തോഴിയുടെയൊക്കെ സഹായത്തോടു കൂടി ഈ ചാറടിച്ച് പിഴിഞ്ഞ് എല്ലാവർക്കും കൊടുക്കുന്നു. കൂടെ ചാരനായിട്ടാണോ അതോ ഇനി കാഴ്ച കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, നമ്മുടെ ശ്രവണനും കൂടെ ഉണ്ട്, ശാസ്ത്രജ്ഞൻ. ആ ശാസ്ത്രജ്ഞൻ ഇത് കുടിക്കാനായിട്ട് വിസമ്മതിക്കുമ്പോൾ രഘുരാമൻ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇത് കുടിപ്പിക്കുന്നു. ശാസ്ത്രജ്ഞൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എല്ലാരും ചത്തിട്ട് ഞാൻ ചത്തോളാം എന്ന് പറയുന്നു. സാരമില്ല എന്ന് പറഞ്ഞ് കുടിപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരു ഇരുട്ടറയിലാക്കി അത് സീൽ ചെയ്യാണ്. ആ ഇരുട്ടറ സീൽ ചെയ്യാണ്, ചെളിയും കല്ലൊക്കെ വെച്ച് സീൽ ചെയ്യാണ്. അപ്പൊ രഘുരാമന് കുറച്ച് പർട്ടിക്കുലർ ടൈം, ഗുരു പറഞ്ഞ അശരീരിയിൽ പറഞ്ഞ ആ ടൈം കാത്തിരിക്കാം. അപ്പൊ രഘുരാമൻ പുറത്ത് കാത്തിരിക്കുകയാണ്. ഒന്ന് മയങ്ങി പോന്നു. ഒരു അടുത്ത് ചാരിക്കിടന്ന് ജസ്റ്റ് മയങ്ങുന്ന സമയത്ത് ഭടന്മാർ വന്ന് രഘുരാമനെ വീണ്ടും പിടിക്കുകയാണ്. അപ്പൊ ഇത്തവണ വളരെ ഫിറോഷ്യസ് ആണ് രാജാവ്. കാരണം രഘുരാമൻ ഓൾറെഡി കുറെ നീക്കങ്ങൾ നടത്തി കഴിഞ്ഞു. അപ്പൊ ഉറപ്പായിട്ടും രഘുരാമനെ കൊല്ലുക എന്നുള്ളത് അല്ലാതെ വേറൊരു നിവൃത്തിയില്ല. രഘുരാമൻ രാജാവിന്റെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യും. അപ്പൊ രഘുരാമൻ രാജാവിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ആൾക്കാര് ഔഷധം സേവിച്ച് ഇരുട്ടറയിൽ കിടക്കുകയാണ്. അപ്പൊ ഇവർക്ക് എല്ലാവരും പെട്ടെന്ന് എണീറ്റു. ഇവര് രഘുരാമനെ അന്വേഷിക്കുന്നുണ്ട്. രഘുരാമന്റെ ഒരു വിവരമില്ല. അങ്ങനെ പിടിച്ച് ആ ഒരു ഗുഹ സീൽ ചെയ്ത ആ സ്ഥലത്ത് ഒരു അമ്പ്, അതായത് നമ്മുടെ പടയാളികൾ ചെയ്ത ഒരു അമ്പ് വലിച്ചു വരുമ്പോൾ അതുവഴി വെളിച്ചം ഇവരുടെ കണ്ണിലടിക്കുകയാണ്. സോ എല്ലാവർക്കും കാഴ്ച കിട്ടി. അവരാ തടവറ ഇരുട്ട തള്ളി പുറന്നു വരുന്നു. എല്ലാവരും പരസ്പരം കാണുന്നു. പ്രകൃതിയുടെ ഭംഗി അവര് ആസ്വദിക്കുന്നു. സെമന്തക രമണകനെ കാണുന്നു. രാജാവ് തന്റെ വൈഫിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും പരസ്പരം കാണുന്നു. അവരുടെ ഡ്രസ്സൊക്കെ അവർ കാണുന്നു, പൂക്കൾ കാണുന്നു, വെയില് കാണുന്നു, ഓടിക്കളിക്കുന്നു. അപ്പൊ ഇത് എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അന്വേഷിക്കുന്നത്. രഘുരാമനെ അന്വേഷിക്കുകയാണ്. രഘുരാമൻ ഇവിടെ രാജാവിന്റെ അടുത്താണ്. അപ്പോ കഥയുടെ അവസാനം ഏകദേശം എത്താറായി. രാജാവ് രഘുരാമനെ, ഓക്കെ, നീ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കാം, നീ കൺകാണിത്തറയുടെ ടെസ്റ്റ് പാസ്സായി. അപ്പൊ രാജാവിന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ഇവന് കാഴ്ച ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അവനെ ടെസ്റ്റ് പാസ്സാകും. കൺകാണിത്തറ കൊണ്ട് രഘുരാമനെ നിർത്തുന്നു. കർമ്മി അപ്പുറത്ത് നിൽക്കുകയാണ്. പക്ഷെ ഇവർക്ക് നടുവിൽ ഒരു മതിലുണ്ട്. അപ്പൊ മതിൽ എന്താണെന്ന് കാഴ്ചയില്ലാത്തവർക്ക് അറിയില്ലല്ലോ. അവരുടെ വിചാരം കാഴ്ച അതും പെനട്രേറ്റ് ചെയ്യുന്നതാണ്. രഘുരാമനോട് പറയുന്നു, അപ്പുറത്ത് നിൽക്കുന്ന ആളെ ആരാണെന്ന് പറയാം. രഘുരാമന് പറയാൻ പറ്റുന്നില്ല. വിജയേന്ദ്ര മഹാരാജാവെ, എനിക്ക് മുൻപിൽ ഒരു മതിലാണ്. അപ്പൊ ചോദിക്കുന്നു, മതിലോ? അതെന്താണ്? അപ്പോ പറയാണ്, കാഴ്ചയില്ലാത്ത നിങ്ങളടുത്ത് മതിലിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? കാഴ്ചയുള്ള ലോകത്ത് മതങ്ങൾ എന്ന മതില് ദൈവത്തിനെ നമ്മിൽ നിന്ന് മറക്കുന്ന പോലെ ഈ മതിൽ എന്നെയും മറക്കുന്നു. കാഴ്ചയുള്ളവർക്ക് കൊടുത്ത ശിക്ഷ എന്താണോ, നിങ്ങൾ കൊടുത്ത ശിക്ഷ എന്താണോ അത് എനിക്കും തരും എന്ന് പറയുന്നു. പക്ഷെ എന്താണ്, ഞാൻ ഔഷധം നൽകി കാഴ്ചയുടെ സിദ്ധി കാത്ത് തപസ്സനുഷ്ഠിക്കുന്ന ഒരു ജനമുണ്ട് ഈ രാജ്യത്ത്, കാഴ്ച തരും എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത് പറയുന്ന സമയത്ത് സൈന്യാധിപൻ ഓടി വന്നിട്ട് പറയാണ്, രാജാവേ, നാട്ടുകാരെല്ലാരും എരമ്പി വരുന്നു, ഇവിടെ വരുന്നു. അപ്പൊ ഇത് പെട്ടെന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് ഏകദേശം എന്താ പറയാ മനസ്സിലായി, രഘുരാമൻ പറഞ്ഞതുള്ള ഏകദേശം ശരിയാണ്. ഉടനെ തന്നെ ബലം കഴിച്ച് രഘുരാമനെ പബ്ലിക് പ്ലേസിൽ എത്തിക്കുന്നു. ഈ ജനങ്ങൾ ഇടിച്ചു കയറി വരികയാണ്. അപ്പൊ അവർക്ക് രഘുരാമൻ ആരെന്ന് അറിയത്തില്ല. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണ്? ഈ രാജ്യത്തെയും കംപ്ലീറ്റ് നശിപ്പിക്കുക. ഒരു റെബല്യനാണ് അവിടെ വരുന്നത്. രഘുരാമൻ സമ്മതിക്കുന്നില്ല. വന്നു കല്ലേറൊക്കെ വാങ്ങിച്ചിട്ട് പറയുന്നു, ഞാനാണ് രഘുരാമൻ എന്ന് പറയുന്നു. എല്ലാവരുടെയും കണ്ണില് അത്ഭുതമാണ്. തങ്ങളുടെ ജീവിതത്തിൽ കാഴ്ച നൽകിയ തങ്ങളുടെ പ്രിയപ്പെട്ട രഘുരാമനാണ് മുന്നിൽ നിൽക്കുന്നത്. അതിൽ ശ്രവണനുണ്ട്. എല്ലാവർക്കും കാഴ്ച കിട്ടി. അങ്ങനെ പറയുന്നു, രഘുരാമ, അങ്ങേ പീഡിപ്പിച്ച് ഈ രാജാവിനെ ഞങ്ങൾക്ക് വിട്ടുതരും. ഈ ദുഷ്ട രാജാവ് ദുർഭരണം നടത്തുകയായിരുന്നു, ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൊല്ലണം. രഘുരാമൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. കാരണം ഹിംസ വേണ്ട, നിങ്ങൾ ഈ രാജാവിനെ വെറുതെ വിടണം. കാഴ്ചയില്ലാത്ത ഒരു സമൂഹത്തിന്റെ ബലിയാടാണ് ഈ രാജാവ്, നിങ്ങളും ഞാനുമല്ല. രാജാവിനെ നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാഴ്ച നൽകിയ എന്റെ കാഴ്ച എന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും എന്ന് പറയുന്നു. അപ്പോ അവർക്ക് രഘുരാമനോട് അത്ര ഇഷ്ടമാണ്. അവര് ഇതനുസരിക്കുന്നു. അവര് തങ്ങളുടെ ആയുധം താഴെ ഇടുന്നു. ഞാനും നിങ്ങളും ഈ രാജാവും എല്ലാം കാഴ്ചയില്ലാത്ത ഒരു ജനറേഷന്റെ പ്രതിരൂപമാണ് എന്ന് പറയുന്നതോടുകൂടി അവരെല്ലാവരും അവരുടെ ആയുധം താഴെ ഇടുന്നു. നമ്മൾ ആക്ച്വലി ഇപ്പോഴും നമ്മളും ആ ലോകത്താണ്. പെട്ടെന്ന് തന്നെ ഈ ലോകത്തെ സീൻസ് ഇവിടെ അവസാനിക്കുകയാണ്. അവരെ ആയുധം താഴെടുന്നതോടുകൂടി രഘുരാമൻ ജയിച്ചത്. പെട്ടെന്ന് തന്നെ രഘുരാമൻ ഹാലുസിനേഷനിൽ നിന്ന് എണീക്കുകയാണ്.
എണീക്കുന്ന സമയത്ത് ഈ കയ്യിലുണ്ടായിരുന്ന തോക്ക് താഴെ വീഴുന്നു. അപ്പോൾ അതുവരെ രഘുരാമന്റെ ബാക്കിൽ രഘുരാമൻ നിന്ന് ആ പാതകം നമസ്കരിക്കുന്ന സമയത്ത് രഘുരാമന്റെ പിന്നിൽ ഉണ്ടായിരുന്ന വൈദേഹി രഘുരാമന്റെ അടുത്തിരിക്കുകയാണ്. മാത്രമല്ല അവിടെ മറ്റു ചില സന്യാസിമാരും ആ ആശ്രമത്തിൽ അവർ എത്തിയിരിക്കുന്നു. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി. രഘുരാമൻ പെട്ടെന്ന് കണ്ണു തുറന്ന് എണീക്കുന്നു. ആദ്യം തന്നെ പറയുന്നു, ഇലാമാപ്പഴം എന്നുള്ളത് ആരാധനാ ദോഷങ്ങളാണ്, എനിക്ക് ആരെയും കൊല്ലണ്ട, എനിക്ക് എല്ലാവരെയും രക്ഷിക്കണം എന്ന് പറയുന്നു. ഇത് ഗുരുകാരുണ്യമാണ് എന്ന് വൈദേഹി പറയുകയാണ്. അപ്പൊ തന്നെ പിന്നെ മാത്രമല്ല രഘുരാമൻ പെട്ടെന്ന് ഈ ഒരു മിഷൻ സ്റ്റോപ്പ് ചെയ്യണം. ആ ബ്ലാസ്റ്റ് നടക്കുന്നതെങ്കിലും ഒരു പരിധി വരെ കുറെ കുട്ടികളെ രഘുരാമനെ രക്ഷിക്കാൻ പറ്റുന്നു. റിവഞ്ച് ഒരു തന്റെ അച്ഛനമ്മയും മരിച്ചെടുത്തുകൊണ്ട് തോക്കെടുക്കുന്ന ആ കുട്ടിയിൽ നിന്ന് ആ തോക്ക് തട്ടി മാറ്റി, ഇതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് സ്നേഹത്തിന്റെ ഭാഷയാണ് എന്ന് പറഞ്ഞ് രഘുരാമൻ എല്ലാവരെയും രക്ഷിച്ച് കൊണ്ടുപോകുന്നിടത്ത് ഈ മനോഹരമായ അമേസിംഗ്ലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സിനിമ അവസാനിക്കുകയാണ്. അപ്പോ രഘുരാമന് തന്റെ നിയോഗം എന്താണെന്ന് കയ്പ് നീര് പിടിച്ച് മനസ്സിലായി എന്നതാണ് സിനിമയുടെ ഒരു ടോട്ടൽ സമ്മറി എന്ന് പറയുന്നത്. അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു എക്സ്പ്ലനേഷൻ പാർട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളത് എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം ഭംഗിയായി എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാൽ കഴിയുന്നതും ഞാനിത് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഈ വീഡിയോക്ക് ഒരു തേർഡ് പാർട്ട് ഉണ്ട്. വേറെ ഒന്നുമല്ല, ഈ സിനിമയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചില ഹിഡൻ എലമെന്റ്സ് ഉണ്ട്. സംവിധായകൻ ചില കോഡുകൾ ഉപയോഗിച്ചു അല്ലെങ്കിൽ നമ്മളോട് ഡയറക്ട്ലി പറയാത്തതുമായ ചില ഹിഡൻ എലമെന്റ്സ് ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം എന്റെ ഈ വീഡിയോ കണ്ടിരുന്നതിന് നന്ദി. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അത് രേഖപ്പെടുത്താം. ബൈ.